യുവനടിയുടെ പീഡന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നു. തൊടുപുഴയിൽ വെച്ചാണ് പോലീസ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പുതിയ ചിത്രത്തിലെ യുവനടിയാണ് ഈ പരാതിക്കാരി. രഞ്ജിത്ത് നിലവിൽ തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം ഇപ്പോൾ തൊടുപുഴയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അവർ അവിടെ എത്തും. അതിനുശേഷം രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങും എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കൊച്ചി പോലീസിന് ഉടൻ തന്നെ തൊടുപുഴ പോലീസ് രഞ്ജിത്തിനെ കൈമാറും. അതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകും. പീഡനം നടന്നത് 2 മാസം മുമ്പാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കൂടുതൽ പ്രാധാന്യമുള്ള റോൾ തരാം എന്ന് പറഞ്ഞ് കാരവനിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന പരാതിയാണ് ഈ യുവനടി നൽകിയിരിക്കുന്നത്. സഹപ്രവർത്തകരോട് പിന്നീട് ഇക്കാര്യം പറഞ്ഞു. കസ്റ്റഡിയിലെടുത്തത് തൊടുപുഴയിൽ നിന്ന് കാർ തടഞ്ഞുകൊണ്ടാണ്. അറസ്റ്റിനുള്ള നീക്കം രഞ്ജിത്ത് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായി നേരത്തെ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് മാറി തൊടുപുഴയിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ തൊടുപുഴയിൽ കാർ തടഞ്ഞു നിർത്തി രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തു പോലീസ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരം. പരാതി നൽകിയിരിക്കുന്നത് രഞ്ജിത്തിന്റെ പുതിയ ചിത്രത്തിലെ യുവനടിയാണ്. പിന്നീട് സഹപ്രവർത്തകരോട് ഈ വിഷയം പറഞ്ഞതിന് ശേഷം DGPക്ക് നടി പരാതി നൽകുകയായിരുന്നു. 2 ദിവസം മുമ്പ് ഈ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് എന്ന വിവരമാണ്. എപ്പോഴേക്ക് ആ നടപടി ഉണ്ടാകും? മജിസ്ട്രേറ്റിന് മുന്നിൽ എപ്പോൾ ഹാജരാക്കാൻ ഉദ്ദേശിക്കുന്നു നിതിൻ? അല്പസമയം കൊച്ചി സിറ്റി പോലീസ് ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം തൊടുപുഴ സ്റ്റേഷനിൽ എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എത്തിയാൽ ഉടൻ തന്നെ അദ്ദേഹത്തിനെ കൊച്ചി സിറ്റി പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വിട്ടുനൽകും. അതിനുശേഷമായിരിക്കും ഇന്ന് രാത്രി തന്നെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. കസ്റ്റഡിയിൽ വാങ്ങാനായിരിക്കും പോലീസ് ശ്രമിക്കുക. ഇപ്പോൾ വരുന്ന മറ്റൊരു വിവരം, ഇദ്ദേഹത്തെ തൊടുപുഴയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടികൂടിയത്. ഈ പിടികൂടിയ കാറ് അത് ഒരു പ്രധാനപ്പെട്ട നടന്റെയാണ്. ആ നടനും ഈ കാറിൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. പണി സിനിമയിലടക്കം അഭിനയിച്ച നടൻ ബോബി കുര്യന്റെ കാറിൽ നിന്നുമാണ് അദ്ദേഹത്തെ പിടികൂടിയത്. ഈ സമയം ബോബി കുര്യനും കാറിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഈ സംഭവത്തിൽ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ സഹായിച്ചതിൽ ബോബി കുര്യന് പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് നിലവിൽ വ്യക്തമാക്കിയിട്ടില്ല. ഈ സംഭവങ്ങൾ അറിഞ്ഞതാണോ, ഈ കാര്യം അറിഞ്ഞാണോ ബോബി കുര്യൻ ഇദ്ദേഹവുമായി വാഹനത്തിൽ പോയതെന്ന കാര്യത്തിൽ പോലീസ് നിലവിൽ വ്യക്തത പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കാറിൽ ബോബി കുര്യൻ ഉണ്ടായിരുന്നുവെന്നും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ കൊച്ചി സിറ്റി പോലീസ് അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘം ഈ DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ്. ഉദയംപേരൂർ CI ആണ് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. അവരുടെ നേതൃത്വത്തിലുള്ള സംഘം അല്പസമയത്തിനുള്ളിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെത്തി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുന്നു. തൊടുപുഴ പോലീസ് പ്രാഥമികമായി ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇയാൾ തൊടുപുഴ വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്ന വിവരം ലഭിച്ചപ്പോൾ തന്നെ IG വിവരം അറിയിക്കുകയും പിന്നീട് IG ഇടുക്കി SP നിർദ്ദേശം നൽകുകയും ചെയ്യുകയായിരുന്നു. ഇടുക്കി SP നിർദ്ദേശം അനുസരിച്ചാണ് തൊടുപുഴ പോലീസ് സംവിധായകൻ രഞ്ജിത്തിനെ കസ്റ്റഡിയിലേക്ക് എടുക്കുന്നത്. ഏതായാലും ഈ യുവനടി നൽകിയിരിക്കുന്ന പരാതി ഫോട്ടോയിലും കോട്ടയത്തുമായി നടന്ന രഞ്ജിത്തിന്റെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ്, ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന യുവനടിയാണ്. ഈ നടിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു റോള് സിനിമയിൽ നൽകാം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തിൽ നൽകാം എന്ന് പറഞ്ഞാണ് രഞ്ജിത്ത് ഇത്തരത്തിലുള്ളൊരു ഈ ലൈംഗിക അതിക്രമം നടത്തിയിരിക്കുന്നതെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കാരവാനിലേക്ക് വിളിച്ചു വരുത്തി കാരവാനിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തുന്നു. ഈ യുവനടി ഈ സംഭവം നടന്ന ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടി സഹപ്രവർത്തകരിൽ ചിലരോട് കാര്യം പറയുകയും DGPക്ക് പരാതി നൽകുകയും ചെയ്യുന്നു. DGP പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയും കൊച്ചിയിലെ വനിതാ പോലീസ് സ്റ്റേഷനിൽ, സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസ് സ്റ്റേഷനിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു. 2 ദിവസം മുൻപാണ് യുവനടിയുടെ രഹസ്യമൊഴി പോലീസ് എടുക്കുന്നത്. ഈ രഹസ്യമൊഴി എടുത്തതിന് പിന്നാലെ തന്നെ രഞ്ജിത്തിനെ കൃത്യമായി പോലീസ് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഈ സംഭവം നടന്ന ദിവസം, ഈ പരാതിക്കാസ്പദമായ ദിവസം ഇദ്ദേഹത്തിന്റെ ലൊക്കേഷനും ഇദ്ദേഹത്തിന്റെ ആക്ടിവിറ്റികളും പോലീസ് പരിശോധിച്ച് പരാതിയിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടതിന് പിന്നാലെയാണ്, പ്രത്യേകിച്ച് ഇത്രയും പ്രമുഖനായ ഒരു വ്യക്തിക്കെതിരെ ഒരു നടപടി എടുക്കണമെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ പാളിച്ച വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ തിരിച്ചടിയാകുമെന്ന് പോലീസിന് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ പരിശോധനകൾ നടത്തി എല്ലാ വിധത്തിലും തെളിവുകൾ ശേഖരിച്ച ഇത്തരത്തിൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ പരാതി പോലീസിന് മുമ്പിലേക്ക് എത്തിയതിനു ശേഷം പ്രാഥമികമായ ഒരു പരിശോധന, അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിൽ ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന് പിന്നാലെയാണ് അറസ്റ്റിലേക്ക് കടക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. റോഷിപാൽ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റോഷിപാൽ, ഇത് രഞ്ജിത്തിന് നേരെ വരുന്ന ആദ്യത്തെ പരാതിയല്ല. നേരത്തെ ഒരു ബംഗാളി നടിയുടെ പരാതി, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്കറിയാവുന്നതാണ്. പിന്നീട് ഒരു യുവാവ് രഞ്ജിത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ 3ാമത്തെ കേസ് എന്ന നിലയിൽ